ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഒന്ന് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് സിംപ്ലി മീൻസ് ദ മെത്തേഡ്സ് ഓഫ് ഫൈൻഡിങ് കോസ്റ്റ്. കോസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒരു പ്രൊഡക്റ്റോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസിനും നമുക്ക് കോസ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇത് ഫൈൻഡ് ചെയ്യുക, കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ത് മെത്തേഡ്സ്. ദ ഫോളോയിങ് ആർ ദ മെയിൻ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. നമുക്കിനി ഏതൊക്കെ തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വണ് ജോബ് കോസ്റ്റ്. ആ വേർഡ് തന്നെ അറിയാം. നമുക്ക് ഓരോ ജോബിനും നമുക്ക് വരുന്ന കോസ്റ്റിന് നമ്മളെന്താ പറയുക? ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാളൊരു ജോലി ഏൽപ്പിച്ചു. ആ ജോലിക്ക് വേണ്ടി വരുന്ന ടോട്ടൽ കോസ്റ്റിനെ നമുക്ക് എന്ത് പറയാം? ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. രണ്ടാമതായി ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയാം, ഓരോ ബാച്ച്, ഒരു ഡെഫിനിറ്റ് ബാച്ച്, ആ ബാച്ചിന് വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞ പേരാണെന്ത്? ബാച്ച് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2020 ബാച്ചിലുള്ള കുട്ടികളെ ടോട്ടൽ കോസ്റ്റ്, 2019 ബാച്ചിലുള്ള കുട്ടികളെ ടോട്ടൽ കോസ്റ്റ്, അങ്ങനെ പറയാൻ പറ്റും. ദെൻ തേർഡ് വണ് കോൺട്രാക്റ്റ് കോസ്റ്റ്. നമ്മൾ ഒരുപാട് കേട്ട സാധനമാണ് കോൺട്രാക്റ്റ്, അല്ലേ? രണ്ടാളുകൾ തമ്മിലുള്ള ഒരു വാലിഡ് അഗ്രിമെൻറ്റിന് പറഞ്ഞ പേരാണ് കോൺട്രാക്റ്റ്. നമുക്കറിയാറുണ്ട്, റോഡ് കോൺട്രാക്റ്റ് എടുക്കാറുണ്ട്, ബിൽഡിങ് കോൺട്രാക്റ്റ് എടുക്കാറുണ്ട്, ബ്രിഡ്ജ്, ഡാമൊക്കെ കോൺട്രാക്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്റ്റിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2 കോടി രൂപക്കാണൊരു ബ്രിഡ്ജ് കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 കോടിയാണ് ഇവിടെ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ് കോസ്റ്റ്, അല്ലേ? ഇപ്പോൾ നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് എന്താണ് ഫൈനൽ പ്രൊഡക്റ്റായി, അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽസ് ഫൈനൽ പ്രൊഡക്റ്റായി മാറുന്നത് ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ്, അല്ലേ? ഫസ്റ്റ് റോ മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിളായിട്ട് എന്താ പറയുക, ഒരു ചോക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതാം. അപ്പോൾ ചോക്ക് എന്ത് ചെയ്യും? ആദ്യം റോ മെറ്റീരിയൽസ്, ഇപ്പോൾ റോ മെറ്റീരിയൽസ് വേണ്ടി വരുന്ന ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന കോസ്റ്റ്, പിന്നെ അത് എന്ത് ചെയ്യുക, വേറൊരു മോഡിലേക്ക് മാറ്റുമ്പോൾ ആ രണ്ടാമത്തെ സ്റ്റേജ്, പിന്നെ അത് ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പോൾ സ്റ്റേജ്, അങ്ങനെ ഓരോ സ്റ്റേജിലും ഡിഫറെൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിൽ വരുന്ന കോസ്റ്റിനെ പറഞ്ഞ പേരാണ് പ്രോസസ്സ് കോസ്റ്റ്. നെക്സ്റ്റ് സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റ്, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്ക് ഉണ്ടാവും, അല്ലേ? അങ്ങനെ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വരുന്ന കോസ്റ്റിനെ പറഞ്ഞ പേരാണ് സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റ്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുക, ഒരു ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ റെയിൽവേ, ഇലക്ട്രിസിറ്റി, ഹോട്ടൽ, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി വരുന്ന കോസ്റ്റിന് പറഞ്ഞ പേരാണെന്ത്? ഓപ്പറേറ്റ് കോസ്റ്റ്. നെക്സ്റ്റ് ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഓരോ ഓപ്പറേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ ഒരു കാർ ഉണ്ടാക്കുകയാണ്, കാർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിലും ഓരോ ഓപ്പറേഷൻ ഉണ്ടാവും, അല്ലേ? അതായത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ റോ മെറ്റീരിയൽസ് മേടിക്കുക, പിന്നെ അത് വെൽഡ് ചെയ്യുക, അത് അസംബിൾ ചെയ്യുക, അങ്ങനെ പെയിൻ്റ് അടിക്കുക, അങ്ങനെ ഓരോ ലെവൽ ഓപ്പറേഷനിലും വേണ്ടി വരുന്ന കോസ്റ്റിനെ പറഞ്ഞ പേരാണ് ഓപ്പറേഷൻ കോസ്റ്റ്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ കോസ്റ്റ്. മൾട്ടിപ്പിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് തന്നെ ഡിഫറെൻറ്റ് എന്ത് ചെയ്യുക, മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക. ഒരു പ്രൊഡക്റ്റിന് ഒരുപാട് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2ൽ കൂടുതൽ എന്ത് ചെയ്യുക, കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, ജസ്റ്റ് ഒന്ന് ആ വേർഡിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിങ്ങിൻ്റെ ടൈപ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റും. നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് കൂടാതെ നമുക്ക് കോസ്റ്റിംഗ് കണ്ടുപിടിക്കാൻ ടെക്നിക്സ് അല്ലെങ്കിൽ ടൈപ്സ് ആണ് താഴെ പറഞ്ഞത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നോക്കാം. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടി ചേർന്നതാണ് എന്ത്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്.
വേരിയബിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്റ്റ്. നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഈ ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അബ്സോർപ്ഷൻ കോസ്റ്റ് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റിങ്ങും ഫിക്സഡ് കോസ്റ്റിങ്ങും കൂടിയിട്ടുള്ള കോസ്റ്റിംഗാണ്. അതിന് നമുക്കെന്ത് പറയും? ഫുൾ കോസ്റ്റിംഗ് എന്നും പറയും. ദെൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡീഷണലായിട്ട് ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെ നമുക്കെന്ത് പറയും? മാർജിനൽ കോസ്റ്റിംഗ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഡയറക്റ്റ് കോസ്റ്റിംഗ്, അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് വരുന്ന എല്ലാ ചിലവുകളെയും അല്ലെങ്കിൽ അതിൽ ചാർജ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസിനും നമ്മൾ എന്ത് പറയും? ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എന്താ? അതിവിടെ ഉദ്ദേശിക്കുന്നത് ആൾട്ടർനേറ്റീവ്. വിച്ച് ആൾട്ടർനേറ്റീവ് ഈസ് ബെസ്റ്റ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന സാധനം യൂസ് ചെയ്താൽ നമുക്ക് ചിലവ് കുറയാം. ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 രീതിയിലുള്ള സിമെൻറ്റ് ഉണ്ടെന്ന് കരുതാം. അപ്പോൾ ഏത് സിമെൻറ്റ് യൂസ് ചെയ്താൽ ക്വാളിറ്റി കുറയാതെ നമുക്ക് എന്ത് ചെയ്യുക? കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ 2 സിമെൻറ്റിൽ ബെസ്റ്റർ വണ്ണിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അതാണെന്ത്? ഏത് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ പകരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റിംഗ് കുറയ്ക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന കോസ്റ്റിംഗാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. നെക്സ്റ്റ് യൂണിഫോം കോസ്റ്റിംഗ്. ആ വേർഡിൽ നിന്ന് നമുക്ക് കിട്ടും. യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപോലെയുള്ള. അപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന സെയിം പ്രിൻസിപ്പിൾസും ടെക്നിക്സും എന്ത് ചെയ്യുക? യൂസ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക? നമ്മൾ കോസ്റ്റിങ് കണ്ടുപിടിക്കുക, അതിൻ്റെ ചിലവ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുക. അതായത് ഒരേപോലെയുള്ള കോസ്റ്റിങ് മെത്തേഡ് എന്ത് ചെയ്യുക? നമ്മൾ ഡിഫറെൻറ്റ് ഓപ്പറേഷന് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പാന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ചപ്പൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരൊറ്റ ടെക്നിക്ക്, ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ എല്ലാ പ്രൊഡക്റ്റിനെയും കോസ്റ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു പോയത്. നമ്മളെന്ത് ചെയ്യുക? കോസ്റ്റിങ്, അതായത് എക്സ്പെൻസ് ഉണ്ടായതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പെൻസ് ഉണ്ടായതിന് ശേഷം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ലാസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കീപ്പ് ചെയ്യേണ്ട മിനിമം ക്വാളിറ്റി. നമ്മൾ പറയേണ്ട ഇന്ന പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റാണ് എന്ന് പറയാറുണ്ട്. ചിലർ പറയുന്നുണ്ട് ആ പ്രൊഡക്റ്റ് തീരെ സ്റ്റാൻഡേർഡ് പോരാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിന് പറഞ്ഞ പേരാണ് സ്റ്റാൻഡേർഡ്. അതിന് നമ്മളൊരു കോസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളതിന് എന്ത് ചെയ്യുക? ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആക്ഷൻ എടുക്കും, റെമഡിയൽ ആക്ഷൻ എടുക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ ടൈപ്പാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് കളക്ടിങ്, ക്ലാസിഫൈങ്, recording and allocation of expenditure for ascertaining the cost of product or services. After costs have been collected, these are classified according to their common characteristics. നമുക്കറിയാം കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഒരേ നാച്ചുറലുള്ള കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് കോസ്റ്റുകളുണ്ടാവും. ആ കോസ്റ്റിനെ കോമൺ നാച്ചുറായിട്ടുള്ള ക്യാരക്ടറിന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്യുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഇപ്പോൾ ഡെയിലി നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വർഷത്തിലോ മാസത്തിലോ കൊടുക്കുന്ന കോസ്റ്റ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എങ്ങനെയൊക്കെ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മളെ
എന്താണ് കോസ്റ്റ്, അതിൻ്റെ മീനിങ് ഒന്നുകൂടി നോക്കാം. മീനിങ് ഓഫ് കോസ്റ്റ് ഇൻ ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി, കോസ്റ്റ് മീൻസ് ദ പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ്. ഇറ്റ് മീൻസ് എനിത്തിങ് വിച്ച് ഈസ് ഗിവൺ ഓർ സാക്രിഫൈസ് ടു ഒബ്റ്റെയിൻ സംതിങ്. ഓക്കെ, എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞത്? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ മീനിങ് പ്രകാരം ദ പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ് എന്താണ്? നമുക്ക് ഒരു ആകുന്ന പൈസ, അതിനാണ് കോസ്റ്റ്. അപ്പോൾ എനിക്കൊരു പാന മേടിക്കണം, അങ്ങനെ പാന പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കുക. കോസ്റ്റ് റിഫേഴ്സ് ടു ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ടോട്ടൽ എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് കോസ്റ്റ് അക്കോർഡിംഗ് ടു ദിയർ കോമൺ കാറ്റഗറീസ്. ദ ഫോളോയിങ് ആർ ദ വേരിയസ് ബേസിസ് ഓഫ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കോസ്റ്റിൻ്റെ കോമൺ ക്യാരക്ടർ പ്രകാരമുള്ള കോസ്റ്റിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് ഒന്ന് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. ഫങ്ഷൻ്റെ ബേസിൽ കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ് മാനുഫാക്ചറിങ് കോസ്റ്റ്, സെക്കൻഡ് വണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഫിനാൻസിങ് കോസ്റ്റ്. നമുക്കറിയാം ഫങ്ഷൻ്റെ പറഞ്ഞാൽ മാനുഫാക്ചറിങ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും? മാനുഫാക്ചറിങ് കോസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് നമുക്ക് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള സാലറി, അതുപോലെ ഫർണിച്ചർ, അതിന് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, അങ്ങനെ വരുന്ന കോസ്റ്റുകൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയും. സെല്ലിംഗ് കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കമ്മീഷൻ കൊടുക്കേണ്ടി വരും, അതുപോലെ സാലറി കൊടുക്കേണ്ടി വരും, വേജ് കൊടുക്കേണ്ടി വരും. അത് സെല്ലിങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയും. ദെൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനി വെഹിക്കിൾ എന്ത് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ്, അതുപോലെ അതിൻ്റെ ലേബേഴ്സ് ചാർജ്, ഇതുപോലെ എന്താണ് ലോഡിങ് അൺലോഡിങ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് പറയും? ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ദെൻ ഫിനാൻസിങ് കോസ്റ്റ്, ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ഫിനാൻസ് എടുത്തിട്ടുണ്ട് അല്ലേ, ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളാണ്, ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ഫിനാൻസ് കോസ്റ്റിൽ യൂസ് ചെയ്യും. ഇപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. നെക്സ്റ്റ് നോക്കുക, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ വേരിയബിലിറ്റി. അതിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവത്തിനനുസരിച്ച്. അതിൽ ഫസ്റ്റ് വണ് ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ദെൻ സ്റ്റെപ്പ് കോസ്റ്റ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, റിമെയിൻ ഫിക്സ്ഡ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ദ പ്രൊഡക്ഷൻ ഇൻക്രീസ് ഓർ ഡിക്രീസ്, ദ ഫിക്സ്ഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സ്ഡ്. എന്താ പറയുക? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഫിക്സ്ഡ് കോസ്റ്റിൽ എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിളായിട്ട് സിമ്പിളായിട്ട് പറയാം, നമുക്കൊരു വലിയൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിക്ക് മാസത്തിൽ നമ്മളൊരു 10,000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊഡക്ഷൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ വാടക റെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ 10,000 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റായ 10,000 രൂപ എന്താണ്? ഫിക്സ്ഡ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടതാണ് ഫിക്സ്ഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് നേരത്തെ ഫിക്സ്ഡ് കോസ്റ്റിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മൾ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റിൽ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനവിടെ ആ വലിയ ഫാക്ടറിയിൽ ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആളാണെന്ന് കരുതാം. അപ്പോൾ ഞാനൊരു 10 കാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു 50 ലക്ഷം രൂപ വരുന്നുണ്ടെന്ന് കരുതാം. എന്നാൽ ഞാനൊരു 2 കാർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര വരുള്ളൂ? 10 ലക്ഷം രൂപ വരുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് വേരിയബിൾ കോസ്റ്റിൽ നിന്നുണ്ടാവും ചേഞ്ച്. പ്രൊഡക്റ്റ് കൂടുമ്പോൾ എന്ത് കൂടും? വേരിയബിൾ കോസ്റ്റ് കൂടും. പ്രൊഡക്റ്റ് കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കുറയും. നെക്സ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സ്ഡ് കോസ്റ്റിന് വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇത് കൊടുത്തിട്ടുള്ള ടെലിഫോൺ ചാർജ്, പവർ ചാർജ്, ഡിപ്രീസിയേഷൻ ചാർജ്. ഒരു എക്സാമ്പിൾ ടെലിഫോൺ ചാർജ് നമുക്കറിയാം. ഇപ്പോൾ ലാൻഡ് ഫോൺ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. മാസത്തിൽ നമ്മളൊരു 500 രൂപ റെൻറ്റ് കൊടുക്കണം, നമ്മൾ വിളിച്ചാലും വിളിച്ചിട്ടില്ലെങ്കിലും. ഇനി നമ്മൾ 500 രൂപ, അതിപ്പോൾ എന്തിൻ്റെ ക്യാരക്ടറുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ക്യാരക്ടറുണ്ട്.
ഇനി നമ്മൾ 500 രൂപ കൊടുക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ 24 ഹവറും ഒരു മാസം വിളിക്കുകയാണെങ്കിൽ നമ്മൾ 500 രൂപ കൊടുത്താൽ മതിയോ? അല്ല, നമ്മൾ ഈ ഒരു 500 രൂപയ്ക്ക് മുകളിൽ, അതായത് ഒരു ഫിക്സ്ഡ് കോസ്റ്റിനെക്കാട്ടി മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളതിന് കൂടുതൽ റെൻറ്റ് കൊടുക്കുക. നമ്മൾ വിളിക്കുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ആ ചാർജ് കൊടുക്കേണ്ടി വരും. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെയും വേരിയബിൾ കോസ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്റ്റെപ്പ് ലെവലിൽ കോസ്റ്റ് വരുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ പറയാം, സ്റ്റെപ്പ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസ് സ്റ്റെപ്സ് ദ റിമെയിൻ ഫിക്സ്ഡ് ഓവർ എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് can jump to higher level when the level of activity increase and beyond certain point. This is also known as chunky cost. chunky cost എന്നും കൂടി പറയും. അപ്പോൾ അതായത് നമുക്കറിയാം ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന്, അല്ലെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലെവലിലെത്തില്ല. അതായത് 10,000 ഫസ്റ്റ് ലെവൽ 10,000 മുതൽ 20,000 രൂപ വരെ. ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക, ഒരു മാനേജറെ സാലറി എന്ന് എടുക്കുക. ഒരു മാനേജർക്ക് എന്താണ്, ഒരു 10,000 മാനേജർ അല്ലെങ്കിൽ ഒരു സെയിൽ ചെയ്യുന്ന ഒരാൾ, എന്താ പറയുക, ഇയാൾ പറയാം സെയിൽസ്മാനോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്ത് തരിക, ഒരു 10% കമ്മീഷൻ തരാം. നിങ്ങളൊരു 50,000 രൂപക്ക് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 12% കമ്മീഷൻ തരാം. നിങ്ങളൊരു 1,00,000 രൂപയ്ക്ക് മുകളിൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 15% കമ്മീഷൻ തരാം. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പ് അല്ലേ, 10,000, 50,000, 1,00,000, ആ ഓരോ ലെവലിൽ എത്തുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കും? നമ്മൾ കമ്മീഷൻ നമ്മളവനെ കൂടി കൊടുക്കും. അപ്പോൾ കമ്പനി ബിസിനസ്സിനെ സംബന്ധിച്ച്, സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ സെയിൽസ് കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്മീഷനിലും ഡിഫറൻസ് ഉണ്ടാകും. അതാണ് സ്റ്റെപ്പ് കോസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഐഡൻറ്റിഫിയബിലിറ്റി ആൻഡ് ട്രേസബിലിറ്റി. നമുക്കറിയാം സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിനെ നേരിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ട്സിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കോസ്റ്റിനെ ഡയറക്റ്റ് കോസ്റ്റ് എന്നും, ഇൻഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കോസ്റ്റിനെ നമ്മളെന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും പറയും. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നോക്കുക, ക്ലാസിഫിക്കേഷൻ അസോസിയേഷൻ വിത്ത് ടൈം ആൻഡ് പീരിയഡ്. ടൈമും പീരീഡിൻ്റെ ബേസിൽ നമുക്ക് അതിനെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രൊഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ്, പ്രീ ഡിറ്റർമിനൻ്റ് കോസ്റ്റ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മുൻപ് കഴിഞ്ഞ് പോയിട്ടുള്ള കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റുമായിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റായിട്ട് വരുന്ന കോസ്റ്റുകൾ. ഇപ്പോൾ മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി ഓവർഹെഡ്, ഇതൊക്കെ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റായിട്ട് വരുന്ന കോസ്റ്റാണ്. നമുക്ക് പ്രൊഡക്റ്റ് ഓവർഹെഡ് എന്ന്, പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റും. ദെൻ പീരീഡ് കോസ്റ്റ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ്? അല്ലെങ്കിൽ റെൻറ്റ്, സാലറി. ഇപ്പോൾ റെൻറ്റ് മന്ത്ലി കൊടുക്കുക, ഡിപ്രീസിയേഷന് ഇയർലിയാണ് സാധാരണ കൊടുക്കുക. അതുപോലെ സാലറി, അതൊക്കെ എന്താണ്, മന്ത്ലി ഒക്കെ ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ആ പീരീഡ്, ഓരോ പീരീഡിലേക്ക് വരുന്ന കോസ്റ്റിനെ നമുക്കിത് പറയാം പീരീഡ് കോസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് പ്രീ ഡിറ്റർമിനൻ്റ് കോസ്റ്റ്. എന്താണ് പ്രീ ഡിറ്റർമിനൻ്റ്? അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ കോസ്റ്റ് വിച്ച് കമ്പ്യൂട്ടഡ് ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന കോസ്റ്റിനെ നമ്മൾ എന്താ പറയുക? പ്രീ ഡിറ്റർമിനൻ്റ് കോസ്റ്റ് എന്ന് പറയാം. നെക്സ്റ്റ് നോക്കാം, ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ. മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനെ ബേസ് ചെയ്ത് കണ്ട് എടുക്കുന്ന കോസ്റ്റുകളാണ്. അതിൽ ഫസ്റ്റ് വണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പണ്ട് ഇന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പം നമുക്ക് ഇത്ര കോസ്റ്റ് വന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുക? മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കാൻ പറ്റും. ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ
പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലേ. ഒരു പ്രൊഡക്റ്റിന് പകരമായിട്ട് മറ്റൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ, അതായത് ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള മെത്തേഡാണെന്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സാക്രിഫൈസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദെൻ ഡിഫറൻഷ്യൽ കോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് ടോട്ടൽ അല്ലെങ്കിൽ രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് ആൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് ആ രണ്ട് ആൾട്ടർനേറ്റീവ്സും തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത്, ഇപ്പോൾ നേരത്തെ ഒരു സിമെൻറ്റിൻ്റെ കേസ് പറഞ്ഞു, എ എന്ന് പറഞ്ഞ സിമെൻറ്റ് യൂസ് ചെയ്ത് കാണ്ട് ഞാൻ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 50,000 രൂപ എക്സ്പെൻസ് വരും. ബി എന്ന സിമെൻറ്റ് യൂസ് ചെയ്ത് കാണുകയാണെങ്കിൽ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ 40,000 രൂപ വരുള്ളൂ. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താണ് 10,000 രൂപ. അതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഷട്ട് ഡൗൺ കോസ്റ്റ്. ഷട്ട് ഡൗൺ കോസ്റ്റ് പറഞ്ഞാൽ ഒരു ബിസിനസ് ടെമ്പററി ആയിട്ടോ എന്തെങ്കിലും നമ്മൾ എന്താണ് പറയുക ഷട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റും അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അതിന് പറഞ്ഞ പേരാണെന്ത് ഷട്ട് ഡൗൺ കോസ്റ്റ്. ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ അടച്ചു പൂട്ടുക എന്നുള്ള മീനിങ്. ദെൻ മാർജിനൽ കോസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു പ്രൊഡക്റ്റ് അഡീഷണലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റിന് പറഞ്ഞ പേരാണെന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺവേർഷൻ കോസ്റ്റിംഗ്. ഒരു എന്താണ് റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോൾ വരുന്ന കോസ്റ്റാണ് കൺവേർഷൻ കോസ്റ്റിംഗ്. ദെൻ റെലവൻറ്റ് കോസ്റ്റിംഗ്. ഡിസിഷൻ മേക്കിങ്ങിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കോസ്റ്റിനാണ് റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ.